Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Worksheet 65 on the clock. Write the missing numbers on the clock. ഒരു ക്ലോക്ക് തന്നിരിക്കുന്നു കണ്ടില്ലേ? അപ്പോൾ അതിൽ മിസ്സായിട്ടുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലോക്കൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ആദ്യം ഏറ്റവും മുകളിലായിട്ട് വരുന്നത് 12 ആണ്. അതിന് തൊട്ടടുത്ത് ഏത് വരും? 1, 2, പിന്നെ 3 തന്നിട്ടുണ്ട് അല്ലേ? 4, 5, 6 തന്നിട്ടുണ്ട്, 7, 8, 9 തന്നിട്ടുണ്ട്, 10, 11 ഇത്രയുമാണ് വരച്ച് ചേർക്കേണ്ടത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദ മിസ്സിംഗ് ഹാൻഡ് ടു ഷോ 4 o'clock. 4 o'clock നമ്മളോട് വരച്ചു ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്സിംഗ് ഹാൻഡ് അവിടെ വരച്ചു ചേർക്കണം. കണ്ടില്ലേ? ഇതാണ് 4 o'clock. ഡ്രോ എ ഹാൻഡ് ടു ഷോ ദ ടൈം. സമയം കാണിക്കാനായിട്ട് ഹാൻഡ് നമ്മളോട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അനു വോക്കപ്പ് അറ്റ് 6 o'clock ഇൻ ദ മോർണിംഗ്. അനു രാവിലെ 6 മണിക്കാണ് എണീക്കുന്നത്. മിനിറ്റ് ഹാൻഡ്, ലോങ് ഹാൻഡ് 12ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവർ ഹാൻഡ്, അതായത് ഷോർട്ട് ഹാൻഡ് നമ്മൾ വരയ്ക്കേണ്ടത് 6ലാണ്. നെക്സ്റ്റ്, ഡ്രോ എ ഹാൻഡ് ടു ഷോ എ ടൈം ബിറ്റ്വീൻ 6 o'clock ആൻഡ് 8 o'clock. പിന്നെ പറഞ്ഞിരിക്കുന്നത് 6 o'clockനും 8 o'clockനും ഇടയിലുള്ള ഒരു ടൈം വരയ്ക്കാനാണ്. അപ്പോൾ എത്രയായിരിക്കും? 7. അവർ ഹാൻഡ് 7ൽ വരച്ച് ചേർക്കണം. അനു 8 ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്. 8 മണിക്കാണ് അനു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ അവർ ഹാൻഡ് 8ൽ വരച്ചു ചേർക്കണം. ക്ലാസ്സസ് എൻഡ് അറ്റ് 4 o'clock ഇൻ ദ ഈവനിങ് ഇൻ അനൂസ് സ്കൂൾ. അനുവിൻ്റെ സ്കൂൾ കഴിഞ്ഞത് എത്ര മണിക്കാണ്? 4 o'clockന്, 4 മണിക്കാണ് അല്ലേ? മിനിറ്റ് ഹാൻഡ് 12ൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അവർ ഹാൻഡ് 4ൽ വരച്ചു ചേർക്കണം. കണ്ടില്ലേ? ഇതുപോലെ വരച്ചു ചേർക്കണം. അനു ഗോസ് ടു സ്ലീപ്പ് അറ്റ് 9 o'clock ഇൻ ദ നൈറ്റ്. രാത്രി 9 മണിക്കാണ് അനു ഉറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഷോർട്ട് ഹാൻഡ് അവർ ഹാൻഡ് 9ൽ വരച്ചു ചേർക്കണം. ഡ്രോ ഇൻ ഓർഡർ. ഓർഡറിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 12 o'clock കൊടുത്തിട്ടുണ്ട്, 1 o'clock, 2 o'clock ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇടയിൽ വിട്ടുപോയത് വരച്ചു ചേർക്കണം. അപ്പോൾ 12 മുതൽ 11 വരെ വരയ്ക്കണം. റൗണ്ട് ഇറ്റ്. സർക്കിൾ ദ ടൈം ദാറ്റ് ഈസ് 3 hours പാസ്റ്റ് ദ ടൈം ഗിവൺ ഓൺ ദ ക്ലോക്ക്. ക്ലോക്കിൽ നൽകിയിരിക്കുന്ന സമയത്തിന് 3 മണിക്കൂർ മുമ്പുള്ള സമയം വൃത്തം വരയ്ക്കുക. ഏതാണ് സമയം തന്നിരിക്കുന്നത് ക്ലോക്കിൽ? 6 o'clock ആണ്. അപ്പോൾ അതിന് 3 hour മുൻപ് എന്ന് പറയുമ്പോൾ 1 hour ആവുമ്പോൾ 5 o'clock, 2 hour മുൻപുള്ളത് 4 o'clock, 3 hour മുൻപുള്ളത് 3 o'clock. അപ്പോൾ അതിനെ റൗണ്ട് ചെയ്യണം. വാട്ട് വിൽ ബി ദ ടൈം ഇൻ ദ ക്ലോക്ക് ആഫ്റ്റർ 4 hours? ഡ്രോ ഇറ്റ്. 4 മണിക്കൂർ കഴിഞ്ഞാൽ ക്ലോക്കിലെ സമയം എത്രയായിരിക്കും? ഇപ്പോൾ 10 o'clock ആണ് അല്ലേ? 4 hours കഴിഞ്ഞാൽ എത്രയായിരിക്കും? 11, 12, 1, 2 o'clock. The flight left Thiruvananthapuram at 7 o'clock in the morning and reached Delhi after 3 hours. Draw the time at which it reached Delhi. ഫ്ലൈറ്റ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുമ്പോൾ 7 o'clock ആയിരുന്നു രാവിലെ. പക്ഷേ അത് ഡൽഹിയിൽ എത്തിയത് എപ്പോഴാണ്? 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എത്രയായിരിക്കും സമയം? ആ സമയം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂർ എന്ന് പറയുമ്പോൾ 7 കഴിഞ്ഞ് 8, 9, 10. 10 o'clockനാണ് ഡൽഹിയിലെത്തിയത്. ഇലയട വാസ് റെഡി അറ്റ് 6 o'clock ഇൻ ദ ഈവനിങ്. വൈകിട്ട് 6 മണിക്ക് ഇലയട റെഡിയായി. ദ കുക്കിംഗ് സ്റ്റാർട്ടഡ് 2 hours ago. അറ്റ് വാട്ട് ടൈം ഡിഡ് ദ കുക്കിംഗ് സ്റ്റാർട്ട്? പക്ഷേ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് 2 മണിക്കൂർ മുൻപാണ്. അപ്പോൾ എത്ര മണിക്കായിരിക്കും കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? 6 മണിക്കാണ് ഇലയട ഉണ്ടാക്കിയത് അല്ലേ? റെഡി ആയത്. പക്ഷേ ഉണ്ടാക്കാൻ തുടങ്ങിയത് 2 മണിക്കൂർ മുൻപ് എന്ന് പറയുമ്പോൾ 4 o'clock. 4 o'clockന് തുടങ്ങി 5, 6 2 മണിക്കൂർ ആയപ്പോഴാണ് ഇലയട റെഡിയായത്. ഫൈൻഡ് ഔട്ട് ഫ്രം ദ കലണ്ടർ. കലണ്ടറിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. See the calendar and answer the questions given below.
കലണ്ടർ നോക്കി താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ജാനുവരി 2026, 2026 ജനുവരിയിലെ കലണ്ടറാണ്. എത്ര ഡേയ്സ് ആണുള്ളത്? 31 ഡേയ്സ് ആണ് ഉള്ളത്. കണ്ടില്ലേ? വിച്ച് ഇയേഴ്സ് കലണ്ടർ ഈസ് ദിസ്? ഏത് വർഷത്തെ കലണ്ടറാണ് ഇത്? 2026, 2026. അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് മന്ത്? ഏതു മാസമാണ്? ജനുവരി. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ദിസ് മന്ത്? എത്ര ദിവസമാണ് ഈ മാസത്തിലുള്ളത്? 31. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് ഡേറ്റ് ഓഫ് ദിസ് മന്ത്? അവസാനത്തെ ഡേറ്റും അതുപോലെ തന്നെ ദിവസവും ഏതാണ്? 31 ആണ്, 31 സാറ്റർഡേ, ശനിയാഴ്ച. ദർ ആർ ഡാഷ് തേഴ്സ്ഡേസ് ഇൻ ദിസ് മന്ത്? എത്ര തേഴ്സ്ഡേസ് ആണ് ഉള്ളത്? വ്യാഴാഴ്ചകളാണുള്ളത്. 5. ഏതൊക്കെയാണ് ഡേറ്റ്? 1, 8, 15, 22, 29. ദർ ആർ ഡാഷ് സൺഡേസ് ഇൻ ദിസ് മന്ത്? എത്ര ഞായറാഴ്ചകളാണുള്ളത്? 4. ദ ഡേറ്റ്സ് ഓഫ് സൺഡേസ് ആർ? ഏതൊക്കെയാണ് ഞായറാഴ്ചകൾ? 4, 11, 18, 25. വിച്ച് ഡേയ്സ് ഓഫ് ദ വീക്ക് ആർ മോർ ഇൻ ജാനുവരി 2026? 2026 ജനുവരിയിൽ ഏത് ആഴ്ചയാണ് ഏറ്റവും കൂടുതലുള്ളത്? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഈ 3 ദിവസങ്ങളാണ് 5 പ്രാവശ്യം വരുന്നത്. റൈറ്റ് ദ മന്ത്സ് ഇൻ ഓർഡർ. മാസങ്ങൾ ഓർഡറിൽ എഴുതണം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ മന്ത്സ് ഇൻ ഓർഡർ ഇൻ ദ ബോക്സസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ബോക്സിൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. വിച്ച് ഈസ് ദ ഫസ്റ്റ് മന്ത് ഇൻ എ ഇയർ? ആദ്യത്തെ മാസം ഏതാണ്? ജാനുവരി. വിച്ച് ഈസ് ദ ലാസ്റ്റ് മന്ത്? അവസാനത്തെ മാസം ഏതാണ്? ഡിസംബർ. വിച്ച് ഈസ് ദ 10th മന്ത്? 10ാമത്തെ മാസം ഒക്ടോബർ. വിച്ച് മന്ത് കംസ് ആഫ്റ്റർ ദ 8th മന്ത്? 8ാമത്തെ മാസത്തിന് ശേഷം വരുന്ന മാസം ഏതാണ്? സെപ്റ്റംബർ. വിച്ച് മന്ത് ഈസ് ജസ്റ്റ് ബിഫോർ ദ 6th മന്ത്? 6ാമത്തെ മാസത്തേക്കാൾ ഒരു മാസം മുമ്പ് വരുന്നത് ഏതാണ്? അതായത് 5ാമത്തെ മാസം എന്ന് പറയുന്നത്. 6ാമത്തെ മാസം ജൂണാണ്. അതിന് മുൻപ് വരുന്നത് മെയ്. വർക്ക്ഷീറ്റ് 71. റൈറ്റ് ദ ആൻസേഴ്സ്. അപ്പോൾ കലണ്ടറാണ് തന്നിരിക്കുന്നത്. ഏതാണ് മാസം? ഫെബ്രുവരിയാണ് തന്നിരിക്കുന്നത്. 2026. നോക്കൂ, 28 ഡേയ്സ് ആണ് ഫെബ്രുവരിയിൽ ഉള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഏറ്റവും കുറവ് ഡേയ്സ് ഉള്ള മന്ത് എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. ദ ലാസ്റ്റ് ഡേറ്റ് ടു പേ ദ ഇലക്ട്രിസിറ്റി ബിൽ വാസ് ഓൺ ദ ഫസ്റ്റ് ഫ്രൈഡേ ഓഫ് ഫെബ്രുവരി. വാട്ട് ഈസ് ദ ഡേറ്റ്? കറണ്ട് ബില്ലടക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി മാസത്തിലെ ആദ്യത്തെ ഫ്രൈഡേ, വെള്ളിയാഴ്ചയാണ്. അപ്പോൾ അത് ഏത് ഡേറ്റ് ആണ്? നോക്കാം. ഫസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുന്നത് 6th ആണ്. ഫെബ്രുവരി 6th. സീമ ഫോർഗോട്ട് ടു പേ ദ ബിൽ. സീമ കറണ്ട് ബില്ല് അടയ്ക്കാനായിട്ട് മറന്നു. ഷീ പെയ്ഡ് ഇറ്റ് ഓൺ 13th. എന്നിട്ട് അടച്ചത് 13ാം തീയതിയാണ്. ഹൗ മെനി ഡേയ്സ് ലേറ്റ് വാസ് ഷീ? എത്ര ദിവസമാണ് വൈകിയത്? ഫെബ്രുവരി 6th അടയ്ക്കേണ്ടിയിരുന്നത്, പക്ഷേ 13th അടച്ചത് അല്ലേ? അത് നെക്സ്റ്റ് ഫ്രൈഡേ ആണ്. അപ്പോൾ 7 days ആണ് ലേറ്റ് ആയത്. ഹൗ മെനി ഡേയ്സ് ആർ ദർ ഇൻ ഫെബ്രുവരി 2026? 2026 ഫെബ്രുവരിയിൽ എത്ര ഡേയ്സ് ആണുള്ളത്? 28. ദ ടെമ്പിൾ ഫെസ്റ്റിവൽ സ്റ്റാർട്ടഡ് ഓൺ ഫെബ്രുവരി 13th ആൻഡ് എൻഡഡ് ഓൺ 21st. ഹൗ ലോങ് വാസ് ദ ഫെസ്റ്റിവൽ? ടെമ്പിൾ ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 13th അത് അവസാനിക്കുന്നത് 21st. അപ്പോൾ എത്ര ദിവസമാണ് ഫെസ്റ്റിവൽ? 9 days ആണ് ഫെസ്റ്റിവൽ വരുന്നത്. കുറച്ച് എക്സ്ട്രാ വർക്ക്ഷീറ്റ്സ് ആണ് തരുന്നത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഈ വർക്ക്ഷീറ്റിൽ 3 o'clock വരച്ചു ചേർക്കണം. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന വാച്ചിലെ ടൈം എത്രയാണ്? ഇതും അതുപോലെ തന്നെയാണ്. ടൈം എത്രയാണ് എന്ന് എഴുതണം. അടുത്തത് നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സമയം വരച്ചു ചേർക്കണം.
ക്ലോക്കിൽ തന്നിരിക്കുന്ന ടൈം എത്രയാണ് എന്ന് മുകളിൽ എഴുതണം. ഇതും അതുപോലെ തന്നെയാണ്. ക്ലോക്കിൽ തന്നിരിക്കുന്ന ടൈം എത്രയാണ് എന്ന് കണ്ടെത്തി എഴുതി ചേർക്കണം. അടുത്തത് 1 o'clock എന്ന് തന്നിട്ടുണ്ട്. അതവിടെ ക്ലോക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ 9 o'clock, ഇനി 6 o'clock, ഇതൊക്കെ നിങ്ങൾ വരയ്ക്കണം. അതായത് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും വരച്ച് ചേർക്കണം. ഈ തന്നിരിക്കുന്ന വർക്ക്ഷീറ്റിൽ അവർ ഹാൻഡ് ഈസ് അറ്റ്, അവർ ഹാൻഡ് ഏതിലാണ്, അതുപോലെ തന്നെ മിനിറ്റ് ഹാൻഡ് ഏതിലാണ് അത് എഴുതാനാണ്. ഈ വർക്ക്ഷീറ്റിൽ 4 വേർഡ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? ക്ലോക്ക് നമ്പേഴ്സ്, അവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്. ഇത് ഓരോന്നിൻ്റെയും നേരെ എഴുതി ചേർക്കണം. നെക്സ്റ്റ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് മാച്ച് ദ ഫോളോയിങ് ആണ്. കണ്ടില്ലേ? 9 o'clock. അപ്പോൾ അതെവിടെയാണോ തന്നിരിക്കുന്നത് അതിന് നേരെ വരച്ച് ചേർക്കണം. ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തേത് നോക്കൂ, 7 എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ക്ലോക്കിൽ 7 കാണിക്കുന്നത് യോജിപ്പിക്കണം. ബാക്കിയുള്ളതും അതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഈ വർക്ക്ഷീറ്റിൽ പറയുന്നത് ക്ലോക്കിൽ തന്നിരിക്കുന്ന ടൈം കറക്റ്റായി എഴുതാനാണ്. ഈ വർക്ക്ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത് പോലെ ക്ലോക്ക് വരയ്ക്കണം. മിനിറ്റ് ഹാൻഡും അതുപോലെ തന്നെ അവർ ഹാൻഡും വരച്ച് ചേർത്ത് ടൈം അടയാളപ്പെടുത്തണം. ഈ വർക്ക്ഷീറ്റിൽ പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ക്ലോക്കിൽ കാണിക്കാനാണ്. ഐ ഗെറ്റ് അപ്പ് അറ്റ് ഡാഷ് ഇൻ ദ മോർണിംഗ്, എണീക്കുന്നത്. അതുപോലെ തന്നെ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഐ ഗെറ്റ് ടു സ്കൂൾ അറ്റ്, സ്കൂളിൽ പോകുന്നത്. ഐ ഈറ്റ് ലഞ്ച് കഴിക്കുന്നത്. ഐ ഗെറ്റ് ഹോം, വീട്ടിലേക്ക് വരുന്നത്. ഐ ഈറ്റ് ഡിന്നർ അറ്റ് ഡാഷ് നൈറ്റ്, ഡിന്നർ കഴിക്കുന്നത്. ഐ ഗോ ടു ബെഡിലേക്ക് പോകുന്നത്. ഇതെല്ലാം വരച്ച് എഴുതണം. ഈ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് യെസ്റ്റർഡേ, ഇന്നലെ ഏത് ദിവസമായിരുന്നു. അതുപോലെ തന്നെ ടുഡേ ഈസ്, ഇന്ന് ഏത് ദിവസമാണ്. ടുമോറോ, നാളെ ഏത് ദിവസമാണ്. ഈ വർക്ക്ഷീറ്റിൽ ചോദിച്ചിരിക്കുന്നത് വെനസ്ഡേ, ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ യെസ്റ്റർഡേ, ഇന്നലെ ഏതായിരുന്നു. അതുപോലെ തന്നെ ടുമോറോ, നാളെ ഏത് ദിവസമായിരിക്കും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഇന്ന് വെനസ്ഡേ ആണെങ്കിൽ യെസ്റ്റർഡേ, ഇന്നലെ ഏതായിരിക്കും. ട്യൂസ്ഡേ. ടുമോറോ, നാളെ തേഴ്സ്ഡേ. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളും കംപ്ലീറ്റ് ചെയ്യണം. ഈ വർക്ക്ഷീറ്റിൽ ചോദിച്ചിരിക്കുന്നത് ദിസ് മന്ത്, ഈ മാസം ജനുവരി ആണെങ്കിൽ ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം ഏതായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം ഏതായിരിക്കും. അപ്പോൾ എക്സാമ്പിളായിട്ട് ജനുവരി എടുക്കാം. ലാസ്റ്റ് മന്ത് ഡിസംബർ ആയിരുന്നു അല്ലേ? നെക്സ്റ്റ് മന്ത് ഫെബ്രുവരി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മന്ത്സും ചെയ്ത് നോക്കണം. ഈ വർക്ക്ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഓരോ മന്ത്സും ഓർഡറിൽ എഴുതാനാണ്. 1 to 12. ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. ഒക്ടോബർ 2017 ആണ്. ക്വസ്റ്റ്യൻസ്: വെൻ ഈസ് കൊളംബസ് ഡേ സെലിബ്രേറ്റഡ്, എന്നാണ് കൊളംബസ് ഡേ ആചരിക്കുന്നത്. റൈറ്റ് ഡൗൺ ഓൾ ദ ഈവൻ ഡേറ്റ്സ്, ഇരട്ട ഡേറ്റ്സ്, ഈവൻ ഡേറ്റ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൗ മെനി ഡേയ്സ് ആർ ഇൻ ദ ഒക്ടോബർ മന്ത്, ഈസ് ദ കൗണ്ട് ഓഡ് ഓർ ഈവൻ, ഒക്ടോബർ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട്, അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്ന് എഴുതണം. ഹൗ മെനി ട്യൂസ്ഡേയ്സ് ഡസ് ദ ഒക്ടോബർ മന്ത് ഹാവ്, ഈസ് ദ നമ്പർ ഓഡ് ഓർ ഈവൻ, എത്ര ട്യൂസ്ഡേയ്സ് ആണ് ഒക്ടോബർ മാസത്തിലുള്ളത്, അത് ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ. ഓഡ് നമ്പർ എല്ലാവർക്കും അറിയാം അല്ലേ? 1, 3, 5, 7, 9 ഇതൊക്കെയാണ് ഓഡ് നമ്പർ. ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ 2, 4, 6, 8 ഇങ്ങനെയുള്ള നമ്പേഴ്സാണ്. റൈറ്റ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ്, ഡേയ്സ് ആണ്. അപ്പോൾ മിസ്സായിട്ടുള്ള ലെറ്റേഴ്സ് കണ്ടുപിടിച്ച് എഴുതണം. നെക്സ്റ്റ്, ഈ വർക്ക്ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കളറിനനുസരിച്ച് ഓരോ ദിവസവും കളർ കൊടുക്കാനാണ്. എക്സാമ്പിൾ: കളർ സൺഡേ ബ്ലൂ, സൺഡേക്ക് ബ്ലൂ കൊടുക്കണം. മൺഡേ റെഡ്, ട്യൂസ്ഡേ ഗ്രീൻ, വെനസ്ഡേ പിങ്ക്, തേഴ്സ്ഡേ യെല്ലോ, ഫ്രൈഡേ വയലറ്റ്, സാറ്റർഡേ ഓറഞ്ച്. ഡേയ്സ് തന്നിട്ടുണ്ട്, അതിന് കൊടുക്കേണ്ട കളറും തന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കളർ കൊടുത്ത് ഈ ഒരു റെയിൻബോ ഭംഗിയാക്കണം. മാച്ച് ദ ഡേ വിത്ത് ഇറ്റ്സ് കറക്റ്റ് പൊസിഷൻ ഇൻ ദ വീക്ക്, ഒരു ആഴ്ചത്തെ
ദിവസങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് പൊസിഷൻ വരച്ചു ചേർക്കണം. ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡേയ്സ് ഓഫ് ദ വീക്കാണ്. അപ്പോൾ ഓരോ പെറ്റൽസിനും കൊടുക്കേണ്ട കളറും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യണം. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.